ഫെബ്രുവരി 20-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ ആഫ്രിക്കൻ ചീറ്റാസിനെ ഇന്ത്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇത് ഇക്കോളജിക്കലി സസ്റ്റൈനബിൾ അല്ല അല്ലെങ്കിൽ എത്തിക്കൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ആ ഒരു സക്സസിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സെന്റർ ഓഫ് വൈൽഡ് ലൈഫ് സ്റ്റഡീസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രൊജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് റേസ് ചെയ്തിട്ടുള്ളത്. എത്തിക്കൽ ആയിട്ടുള്ള ഇക്കോളജിക്കൽ ആയിട്ടുള്ള അതുപോലെ തന്നെ അതിന്റെ സയന്റിഫിക് ആസ്പെക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ആഫ്രിക്കൻ ചീറ്റാസിനെ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത പ്രൊജക്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. നേരത്തെ 20 ആഫ്രിക്കൻ ചീറ്റാസിനെയാണ് കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 8 എണ്ണം നമീബിയയിൽ നിന്ന് 2022-ലും 12 എണ്ണം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 2023-ലുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഏകദേശം വന്നിട്ട് 2 വർഷത്തിന് അടുത്തായി എന്നറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് അതിന്റെ റിസൾട്ട്, ഈ ഒരു പ്രൊജക്ട് ചീറ്റയുടെ സക്സസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചീറ്റ സ്വാഭാവികമായിട്ടും ഒരു ഹാബിറ്റാറ്റിന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ മോർട്ടാലിറ്റി കുറേ എണ്ണം മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. മോർട്ടാലിറ്റി റേറ്റ് ഏകദേശം ഒരു 15% ഉണ്ടാവും എന്നൊക്കെയാണ് കരുതിയിട്ടുള്ളത്. അതായത് ഒരു 3 ചീറ്റേനൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു 2-3 വളരെ കുറച്ച് ഒരു 10 ചീറ്റേനെ കൊണ്ടുവരുമ്പോൾ അതിൽ ഒരു ചീറ്റയൊക്കെ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം. എന്നാൽ ഇന്ത്യയിലെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 40 മുതൽ 50% വരെയാണ്. 10 ചീറ്റേനെ കൊണ്ടുവരുമ്പോൾ 4-5 ചീറ്റകൾ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ സർവൈവൽ റേറ്റ് ആയിട്ടുള്ള 85%, അതിനേക്കാൾ വളരെ കുറവായിട്ട് ഏകദേശം ഒരു 50-60% മാത്രമാണ് സർവൈവൽ റേറ്റ് ഉള്ളത്. മരണനിരക്ക് മോർട്ടാലിറ്റി റേറ്റ് 40 മുതൽ 50% വരെ വരുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ ഈ കൊണ്ടുവന്ന ചീറ്റാസ് ഹൈ സ്ട്രെസ് ആണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ചീറ്റേഴ്സിൽ 90%-നും വെറ്റിനറി കെയർ വേണം, അതിന് ഹെൽത്ത് കൺസേൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചീറ്റേനെ വീണ്ടും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് അൺസസ്റ്റൈനബിൾ ആണ്, അൺഎത്തിക്കൽ ആണ് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചും ചീറ്റകളുടെ നമ്പേഴ്സ് ലോകത്താകമാനം കുറഞ്ഞു വരുന്നുണ്ട്. അതിനിടയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവയെ കൊല്ലുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസേൺ റേസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് പ്രത്യേകിച്ചും ചീറ്റയുടെ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷനെ കുറക്കുന്നതിന് കാരണമാകും എന്നും അത് ലോങ് ടേം എഫക്റ്റ് ഈ ഒരു സ്പീഷീസിന് ഉണ്ടാവും. കാരണം മുന്നേ 1950-കളിലാണ് ഇന്ത്യയിൽ ചീറ്റാസിനെ അവസാനം കണ്ടത്. അപ്പോൾ അതേ സ്ഥലത്തേക്ക് ഇപ്പോൾ ചീറ്റനെ കൊണ്ടുവരുമ്പോൾ അവിടെ എൻവയോൺമെന്റും മറ്റുമൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവാം എന്നുള്ള ആസ്പെക്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ജസ്റ്റിസ് ഉള്ള ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കണം എന്നാണ് ഈ ഒരു കൺസർവേഷൻ മെഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോഎക്സിസ്റ്റൻസ് സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ചുകൂടി നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റഡി പ്രധാനമായിട്ടും ഈ ഒരു കൺസർവേഷൻ എഫേർട്ടിനെ എംപതൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഷെയർഡ് സ്പേസസ് ഹ്യൂമൻസിനും വൈൽഡ് ലൈഫിനും കൊണ്ടുവരേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ ഈ ഒരു സ്റ്റഡീസിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യാൻമാർ മണിപ്പൂർ ബോർഡറിൽ അവിടെ സ്ട്രെയിൻഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ്. നമുക്കറിയാം അവിടെ ബോർഡർ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മ്യാൻമാറിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട് എന്നറിയാം. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയുടെ ഇമ്പാക്റ്റ് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ ഒരുപാട് ഇൻസർജന്റ് ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്യാനും ആ ഇൻസർജന്റ് ആക്ടിവിറ്റി നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറെ കാലമായിട്ട് ഈ ഒരു റീജിയന്റെ പല ഭാഗത്തും ഇൻസർജൻസീസ് ഇല്ല എങ്കിൽ പോലും കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് ഇൻസർജൻസി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. സമാധാനത്തോടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2021 മ്യാൻമാറിൽ മിലിറ്ററി കൂപ്പ് ഉണ്ടായി, അതായത് മിലിറ്ററി അട്ടിമറി ഉണ്ടായി. അതിനുശേഷം ആ ഒരു പൊളിറ്റിക്കൽ ടേർമോയിൽ ഉണ്ടായി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി ഡെവലപ്പ് ചെയ്തു. ഈ ഒരു ഇൻസ്റ്റബിലിറ്റി ആണ് ഇത്തരത്തിലുള്ള ഇൻസർജന്റ് ഗ്രൂപ്പുകളെ ആക്റ്റീവ് ആവുന്നതിന് കാരണമായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യാൻമാറിലെ മിലിറ്ററിയും അവിടുത്തെ ആംഡ് ആയിട്ടുള്ള സിവിൽ റെസിസ്റ്റൻസും എല്ലാം തന്നെ വലിയ വയലൻസിന് കാരണമായിട്ടുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് നോർത്ത് ഈസ്റ്റ് മേഖലയിലേക്ക് ഒരുപാട് റെഫ്യൂജീസ് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മ്യാൻമാറിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഒരുപാട് റെഫ്യൂജീസ് അഭയാർത്ഥികൾ വരുന്നതിന് കാരണമായിട്ടുണ്ട്, പ്രത്യേകിച്ചും മിസോറാം മണിപ്പൂർ മേഖലകളിൽ. ഇതിനിടയിലാണ് ഈ ഒരു ഫ്രീ മൂവ്മെന്റ് റെജീം എന്ന് പറയുന്നതിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് നിർബന്ധിതരായിട്ടുള്ളതാണ്. കാരണം ഈ ഒരു ബോർഡർ ക്രോസിംഗ് ഈസി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ മൂവ്മെന്റ് റെജീം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഫെൻസിംഗ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് പാസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം എന്നുള്ളതാണ്. അപ്പൊ ഇത് മെല്ലെ മെല്ലെ
നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഇന്റേണൽ സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണിയായി മാറുന്നപ്പോഴാണ്, അതേപോലെ തന്നെ ഡെമോഗ്രാഫിക് ബാലൻസിന് പോപ്പുലേഷനിൽ സ്ട്രക്ചറിലൊക്കെ ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് ഫ്രീ മൂവ്മെന്റ് റെജീമിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ റെഡി ആയി പോയത് അല്ലെങ്കിൽ തീരുമാനിച്ചത് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ബോർഡർ മാനേജ്മെന്റിനെ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഇത് എത്നിക് ടെൻഷൻസ് ഒക്കെ മോശമാവാൻ മണിപ്പൂരിലൊക്കെ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് കണ്ടിട്ടുള്ളതെന്ന് പറയാം. മെയ്തി കുക്കി ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതേ സമയത്ത് ഈ ഒരു എക്കണോമിക് അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വേയിലും ഇന്ത്യക്ക് സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. റെഫ്യൂജി ക്രൈസിസ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള, ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള ബോർഡർ ട്രേഡുകളെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മോറെ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള ഒരു ബോർഡർ പോയിന്റ് ആണ് മോറെ തമ്മു എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഹബ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മോറെ തമ്മു എന്ന് പറയുന്നത്. അവിടുത്തെ ട്രേഡിനെയൊക്കെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും മ്യാൻമാറും തായ്ലൻഡും ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് മ്യാൻമാറിലൂടെ തായ്ലൻഡിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രൈലാറ്ററൽ ഹൈവേ പ്രൊജക്ട് ഉണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഉണ്ടായിരുന്നു. അതും നന്നായിട്ട് ഡിലേ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ചൈനയുടെ ബോർഡേഴ്സ് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് മ്യാൻമാറുമായിട്ടുള്ള പ്രത്യേകിച്ചും ബന്ധമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ റിലേഷൻഷിപ്പ്, ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ കേർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട്. ചൈനയുമായിട്ടും മ്യാൻമാറിന് ബോർഡർ ഉണ്ട്. ഇവിടെയൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മ്യാൻമാറിലെ പ്രശ്നം സോൾവ് അല്ല. അപ്പോൾ ഇന്ത്യ ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈനാമിക്സിനെ, ഒരു സ്ഥലത്ത് ഇൻസർജൻസി ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും മ്യാൻമാറിലെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള എത്നിക് എൻഗേജ്മെന്റ് ഇഷ്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ കുറെ കൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരണം. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, മ്യാൻമാറിലെ പ്രശ്നം നമ്മുടെ അയൽക്കാർ രാജ്യത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെയും ബാധിക്കും. അപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ ബോർഡറിന്റെ അടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് റെഫ്യൂജി മൈഗ്രേഷനെ കുറക്കുന്നതിന് ആവശ്യമായിട്ട് ചൈന ചെയ്തതുപോലെ വാളൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാവുന്നതാണ്. അതേസമയത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള എക്കണോമിക് എൻഗേജ്മെന്റ്, ട്രേഡ് മെച്ചപ്പെടുത്താനുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് റീജിയണൽ കോൺഫ്ലിക്റ്റുകളെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സൊല്യൂഷനിലൂടെ പ്രശ്നത്തിൽ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഡിസാസ്റ്റർ റെസിലിയൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ, അത് എന്താണ് അതിന്റെ ഉദ്ദേശം? നമ്മുടെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിന്റെ റെസിലിയൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എന്താണെന്ന് നോക്കാം. അപ്പോൾ കൊയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനമന്ത്രി 2019 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ടെലികോം നെറ്റ്വർക്ക് ഡിസാസ്റ്റർ സമയത്ത് എങ്ങനെയാണ് അതിനോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് ടെലികോം നെറ്റ്വർക്കുകളെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റുക, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിനെ മെച്ചപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു കൊയലേഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു പുതിയ റിപ്പോർട്ടിൽ കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ടെലികോം നെറ്റ്വർക്ക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വളരെ വേഗത്തിൽ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് ടെലികോം നെറ്റ്വർക്ക്. നമ്മുടെ മൊബൈലുകളിലേക്ക് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക്, ലോക്കൽ മുനിസിപ്പാലിറ്റികൾക്ക്, ഗവൺമെന്റ് ഏജൻസികൾക്കെല്ലാം തന്നെ എമർജൻസി സമയത്ത് വളരെ വേഗത്തിൽ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദുരന്തത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെലികോം നെറ്റ്വർക്കുകളെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതേ സമയത്ത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് വളരെ വൾണറബിൾ ആണ് ഈ ടെലികോം നെറ്റ്വർക്കുകൾ എന്നുകൂടി ഓർത്ത് വെക്കുക. കാരണം ഒരുപാട് കേബിളിംഗ് നടക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റിനെ ഡിപ്പെൻഡഡ് ആണ്, ടവറുകൾ, വലിയ വലിയ ടവറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് എക്സ്ട്രീം വെതർ ഇവന്റ് ആയിട്ടുള്ള സൈക്ലോണിൽ നിന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടെലികോം നെറ്റ്വർക്കുകളെ ഡിസാസ്റ്റർ റെസിലിയന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹൈ വിൻഡുകൾ, ശക്തമായ കാറ്റുകൾ, ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ശക്തമായ കാറ്റുണ്ടാവും. ഇത് ടെലികോം ടവേഴ്സിനെ ഡാമേജ് ചെയ്യാം, അതിന് മേലുള്ള കേബിളുകൾ ചുറ്റിപ്പിടിക്കാം. അതുപോലെ തന്നെ കോസ്റ്റൽ റീജിയൻസിലും മറ്റുമൊക്കെ അണ്ടർ സീ കേബിളുകൾ നമുക്ക് കാണാൻ പറ്റും. കടലിന്റെ അടിയിലൂടെ കേബിളുകൾ പോകുന്നുണ്ട് ഗ്ലോബൽ ഇന്റർനെറ്റ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട. അപ്പൊ ഈ ഒരു കേബിള് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നുകൂടി ഓർത്ത് വേണം. അതേപോലെ തന്നെ പവർ ഡിസ്ട്രപ്ഷൻസ്, കറണ്ട് പോകുന്ന സമയത്തും അതും മേജർ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ്. അപ്പോൾ ടെലികോം നെറ്റ്വർക്കിനെ സ്റ്റേബിളായി നിർത്തണം എന്നുണ്ടെങ്കിൽ പവർ കട്ട് ഒഴിവാക്കേണ്ടതായിട്ട്, അതുപോലെ തന്നെ അതിനെ ഡിസാസ്റ്റർ റെസിലിയന്റ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള
ഈ ഒരു ടെലികോം റെസിലിയൻസ് മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ടെലികോം ടവറുകളെയും ടെലികോം നെറ്റ്വർക്ക് മെയിൻ്റെനൻസിനെയും കൃത്യമായിട്ട് അവരുടെ പവർ, അവരുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ബാക്കപ്പ് പവർ, ബാറ്ററി, ഫ്യൂവൽ എന്നിവ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പവറും ബാറ്ററിയും ഒന്നും ഷോർട്ടായി പോകുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ടെലികോം ഓപ്പറേറ്റേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റെപ്പായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു CDRI റിപ്പോർട്ടിൽ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ മെച്ചപ്പെട്ട ഡാറ്റ കളക്ഷൻ, അതുപോലെ കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ, അതുപോലെ പവർ ഇൻഫ്രാസ്ട്രക്ചർ ടെലികോം നെറ്റ്വർക്ക് റെസിലിയൻസിന് വളരെ അത്യാവശ്യമാണ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ ടെലികോം ടവേഴ്സ് എല്ലാം തന്നെ ഹൈ സ്പീഡിലുള്ള വിൻഡുകളും മറ്റുമൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഡിഗ് വൺസ് പോളിസി നമ്മൾ കണ്ടിട്ടാവും, കേബിളിംഗ് ചെയ്തിട്ട് മണ്ണിൻ്റെ അടിയിലൂടെ മണ്ണ് കുഴിച്ചിട്ട് കേബിളിംഗ് ചെയ്യും, കുറച്ച് കാലം കഴിഞ്ഞ് അതേ സ്ഥലത്ത് വന്ന് വീണ്ടും കുഴിക്കും. അപ്പോൾ അങ്ങനെ കുഴിക്കുമ്പോൾ കേബിളുകൾ പൊട്ടാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഡിഗ് വൺസ് എന്ന് പറയുന്ന പോളിസി, അതായത് അണ്ടർഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്ത സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രമേ കുഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള പോളിസികൾ എടുക്കുക. അതേപോലെ തന്നെ ഡിസാസ്റ്റർ റിസ്ക് മോഡലിംഗ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിസൈൻസും മറ്റുമൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റെപ്പ്. കൃത്യമായിട്ടുള്ളത് പാരാമെട്രിക് ഇൻഷുറൻസ് ആണ്. ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഓപ്പറേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക ഇൻ കേസ് നെറ്റ്വർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഫെയിലിയേഴ്സിലോ മറ്റും ഉണ്ടായി. അതുവഴി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ചെറിയ ചെറിയ ഇൻ്റർവെൻഷൻസ് ഉണ്ടെങ്കിൽ തന്നെ, ഉദാഹരണത്തിന് ഫ്ലഡ് ലെവലിന്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന ലെവലിന് മുകളിൽ ഡീസൽ ജനറേറ്ററിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും ഡീസൽ ജനറേറ്റർ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ബാക്കപ്പ് പവർ സപ്ലൈ ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എഫേർട്ടുകൾ എടുത്താൽ തന്നെ നമുക്ക് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, അയൺ ഏജ് ഇന്ത്യൻ മണ്ണിൽ സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാടിൻ്റെ ഒരു വാദമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓൾറെഡി ടോപ്പിക് ഡിസ്കസ് ചെയ്തായിരുന്നു. വീണ്ടും അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ തമിഴ്നാടുവിൽ ഈ ഒരു അയൺ ഏജ്, ഇരുമ്പ് യുഗം സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാടുവിലാണ് എന്ന് പറയാൻ കാരണം. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള MK സ്റ്റാലിൻ അദ്ദേഹമാണ് പറഞ്ഞത് ഈ അയൺ ഏജ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാടാണ് 5300 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 4th മില്ലേനിയം BC-യിലാണ്. തമിഴ്നാടുവിൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തമിഴ്നാടിന് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, കാരണം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏർലിയർ സ്റ്റഡീസിൽ ഇന്ത്യയിൽ അയൺ യൂസേജ് ഏകദേശം 700 മുതൽ 600 BC മുതലാണ് എന്നുള്ള രീതിയിലാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലേറ്റർ റേഡിയോ കാർബൺ പുഷ് ചെയ്യുന്ന മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 16th century BC മുതൽ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ്. 1600 BC മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശിൽ 1996 മുതൽ 2001 വരെ നടന്നിട്ടുള്ള എക്സ്കവേഷനിൽ 1800 മുതൽ 1000 BC വരെയുള്ള ഇടയിൽ പല അയൺ ആർട്ടിഫാക്ട്സും ഫേർണസസുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു കാലഘട്ടമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2022 തമിഴ്നാട്ടിലെ മയിലദുരംപൈ എക്സ്കവേഷനിൽ അവിടെ അയൺ ഏജ് തമിഴ്നാട്ടിലെ 4200 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡാറ്റ വന്നു. അതുപോലെ തന്നെ അവിടെ കോപ്പർ ഓർ റിസോഴ്സുകൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതായത് ഇവിടെ സാധാരണ നമ്മൾ കോപ്പർ എടുത്ത് കോപ്പറിൽ നിന്ന് ബ്രോൺസ് വന്ന് ബ്രോൺസിൽ നിന്ന് പിന്നെ ശേഷമാണ് അയൺ വരുന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നേരെ വിപരീതമായിട്ട് കോപ്പറിന്റെ റിസോഴ്സസ് കാര്യമായിട്ട് കാണുന്നില്ല, പക്ഷെ അയണിന്റെ പ്രസൻസ് കാണുന്നുണ്ട്. അതായത് അയൺ ആണ് ഇവിടെ ആദ്യം ഉപയോഗിച്ചത് എന്നുള്ള എവിഡൻസുകളാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ആന്റിക്വിറ്റി ഓഫ് അയൺ റീസെന്റ് റേഡിയോമെട്രിക് ഡേറ്റ്സ് ഫ്രം തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡിയിൽ തമിഴ്നാടുവിൽ 3345 BC-ക്കും 2943 BC-ക്കും ഇടയിലായിട്ട് അയൺ ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റഡീസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് MK സ്റ്റാലിൻ അത്തരത്തിലുള്ള ഒരു ക്ലെയിം ഉന്നയിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാട് ഈ ഒരു പ്രദേശം അയൺ ഏജ് കാലഘട്ടത്തിലേക്ക് വളരെ നേരത്തെ കടന്നിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഈ തമിഴ്നാടുവിലാണ് അയൺ ഏജ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇത്രയും അതിനു മുന്നേയുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ as on date നമുക്ക് അറിയുന്നത് പ്രകാരം തമിഴ്നാടുവിലാണ് ഏറ്റവും ആദ്യത്തെ എവിഡൻസുകൾ കിട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള മൂൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ചന്ദ്രന്റെ പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വഴി കണ്ടുപിടിക്കുന്ന ജീവികളിൽ രണ്ടാമത്തെ ജീവിയെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ആന്റുകളാണ്, ഒരു തരം ഉറുമ്പുകളാണ് ഇത്തരത്തിലുള്ള മൂൺലൈറ്റ് ഉപയോഗിക്കുന്ന ഒരു ജീവിയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബുൾ ആൻസ് എന്നാണ് വിളിക്കുക. ഈ ബുൾ ആൻസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പ്രകാശം, അതിന്റെ പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, ഈ ഒരു വഴി കണ്ടെത്തുന്നത്. ഇങ്ങനെ ചന്ദ്രന്റെ പ്രകാശം ഉപയോഗിച്ച് വഴി കണ്ടെത്തുന്ന രണ്ടാമത്തെ ജീവിയാണ് ബുൾ ആൻസ്. നേരത്തെ ഒരു ജീവി ഉണ്ടായിരുന്നു, ഡങ് ബീറ്റിൽസ് എന്ന് പറയുന്ന ഒരു തരം പ്രാണികളാണ് എന്നുകൂടി ഓർത്തേക്കുക. ഡങ് ബീറ്റിൽസ്, ഇപ്പോൾ ബുൾ ആൻസ്, രണ്ട് ജീവികളാണ് ചന്ദ്രന്റെ പ്രകാശം ഉപയോഗിച്ചുകൊണ്ട്
ചന്ദ്രന്റെ പോളറൈസ്ഡ് ആയിട്ടുള്ള മൂൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രകാശം കണ്ടെത്തുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു പോളറൈസ്ഡ് മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ അത്ര സ്ട്രോങ് ഒന്നല്ല, കുറച്ച് ഡിമ്മർ ആണ്. പക്ഷെ ഇതിന് ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും അവർക്ക് നൈറ്റിലും മറ്റുമൊക്കെ വഴി കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആൻസിനെ ഈ ഒരു പാറ്റേൺസ് എൻറ്റയർ ലൂണാർ സൈക്കിൾ, ചന്ദ്രന്റെ ഒരു സൈക്കിൾ മുഴുവൻ സമയത്തും അവർക്കിത് പാറ്റേൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ദോ അവിടെ ക്ലൗഡ് കവറോ മറ്റു ഒബ്സ്ട്രക്ഷൻസോ ടീ കാനോപ്പീസോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ഈ ഒരു ചന്ദ്രന്റെ വിസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് കാര്യമായിട്ട് അവർക്ക് വഴി കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു പോളറൈസേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതിനെ രണ്ട് വേവ്സിനെ നമുക്ക് കാണാൻ പറ്റില്ലേ. ലൈറ്റിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റിൽ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബീമിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും 90 ഡിഗ്രി ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാവുക. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ സ്കാറ്റർ ചെയ്യുമ്പോൾ അത് പോളറൈസ്ഡ് ആയി മാറും എന്നാണ് പറയുന്നത്. ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അലൈൻ ചെയ്തു പോകും എന്നുള്ളതാണ്. ഒരേപോലെ ആയി മാറും. അതായത് പോളറൈസ്ഡ് ലൈറ്റിന് എന്താ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ഫോം ചെയ്യുകയും ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു ഡയറക്ഷണൽ ക്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് വഴി കണ്ടെത്തുന്നു എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഹൊറിസോണിന് അടുത്തുള്ള പ്രദേശങ്ങളിലാണ് ഈ പോളറൈസ്ഡ് ലൈറ്റ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് ആൻസ് കൂടുതലായിട്ടും ഈ ഒരു ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് പോളറൈസേഷൻ എന്നുള്ളത് ഓർത്തു വെക്കുക. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു അലൈൻ ചെയ്തു പോകുന്നതാണ്, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്ഷൻ കണ്ടെത്തുന്ന രണ്ട് ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട്. ഡങ് ബീറ്റിലും അതുപോലെ ബുൾ ആൻഡും ആണെന്ന് കൂടി ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയും EFTA തമ്മിലുള്ള ഒരു ഡെസ്ക്, ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ് EFTA എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് നേരത്തെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഒരു ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. രണ്ട് പ്രദേശങ്ങളും തമ്മിലുള്ള ഇന്ത്യയും ഈ ഒരു യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ടുള്ള ട്രേഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും ചേർന്നുകൊണ്ട് ഇന്ത്യ EFTA ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവർ തമ്മിലുള്ള എക്കണോമിക് ടൈസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുകളും ഒക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒരു ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഇവർ എക്കണോമിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഇതിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ മെക്കാനിസം ഉണ്ട്. ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണെന്ന് കൂടി ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം വഴി ബിസിനസ്സുകൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതായത് ഈ ഒരു ട്രേഡ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഒരു 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് $100 ബില്യൺ FDI കൊണ്ടുവരിക എന്നുള്ളതുണ്ട്. ഇന്ത്യയിൽ 1 മില്യൺ ഡയറക്റ്റ് ജോബുകൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അത്തരത്തിലുള്ള ടാർഗറ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ട കമ്മിറ്റ്മെന്റുകൾ ഇന്ത്യ മീറ്റ് ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ടും ഈ ഒരു ട്രേഡ് ഡെസ്ക് സഹായിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജി കൊളാബറേഷനും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു EFTA. അപ്പോൾ ഈ ഒരു ഇന്ത്യ EFTA ടെപ്പ എന്ന് പറയുന്നതായിട്ടുള്ളത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള FTA ആണ്, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് 2024 സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. പ്രധാനമായിട്ടും 4 രാജ്യങ്ങൾ, ഐസ്ലൻഡ്, ലിechtenstein, നോർവേ, സ്വിറ്റ്സർലൻഡ്, ഈ 4 രാജ്യങ്ങളെ ഓർത്തു വെക്കണം. ഐസ്ലൻഡ്, ലിechtenstein, നോർവേ, സ്വിറ്റ്സർലൻഡ്, ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. 1960 സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ EFTA 5th ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ആണ് ഇന്ത്യ എന്ന് ഓർത്തുക. യൂറോപ്യൻ യൂണിയൻ, US, UK, ചൈന കഴിഞ്ഞാൽ 5ാമത്തെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ആണ്. EFTA-യുമായി ബന്ധപ്പെട്ട് 2024 ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തുക. അപ്പോൾ 2-way ട്രേഡ് ആണ്. ഏകദേശം $24 ബില്യൺ ആണ് 2023-24 ട്രേഡ്. അപ്പോൾ 2022-23 അത് 18.6 ബില്യൺ ആയിരുന്നു. അതിൽ നിന്നും വലിയൊരു നേട്ടമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. കീ പാർട്ണർ സ്വിറ്റ്സർലൻഡ് ആണ് ലാർജസ്റ്റ്, സെക്കൻഡ് നോർവേ ആണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്.
അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഡയറക്റ്റ് UPSCയുടെ മെയിൻസിന്റെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണെന്ന് ഓർത്തുക. ഇന്ത്യ എങ്ങനെയാണ് ഗ്ലോബൽ നോർത്തിനെയും ഗ്ലോബൽ സൗത്തിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ സൗത്തിന്റെ ലീഡർ എന്ന നിലയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് എന്ന രീതിയിൽ ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു ലീഡറായി മാറാൻ പറ്റുന്നത് എന്നുള്ള ഒരു ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഡീറ്റെയിൽ ആണ് വിഷയമാണ് നമ്മൾ ഉദാഹരണങ്ങളെ സഹിതം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യ ഈ ഗ്ലോബൽ സൗത്തിന്റെ വോയിസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട് എന്ന് 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസിൽ, അതുപോലെ തന്നെ തേർഡ് വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിലും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാവുന്നത്. പല ഡെവലപ്പിംഗ് നാഷൻസും ഒരുപാട് എക്കണോമിക് ഡിസ്ട്രസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെപ്റ്റ് ക്രൈസിസ്, റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള IMFന്റെ പോളിസികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇന്ത്യ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെസ്റ്റേൺ കൺട്രീസോ അല്ലെങ്കിൽ ചൈനീസ് കമ്പനികളോ അവർക്ക് ചൈനീസ് ഗവൺമെന്റ് അവർക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐഡിയ ആണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഡെപ്റ്റ് ട്രാപ്പിൽ പെടുത്തി അവരുടെ രാജ്യത്ത് കൺട്രോൾ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള കൺട്രോൾ നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതേസമയത്ത് ഒരു ഗ്ലോബൽ ഡെവലപ്മെന്റ് കോമ്പാക്ട് എന്ന രീതിയിൽ, പ്രത്യേകിച്ചും അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നോൺ കണ്ടീഷണൽ ആയിട്ടുള്ള യാതൊരു നിബന്ധനകളും ഇല്ലാതെ രാജ്യങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും സഹായിക്കാനും ഒക്കെ നമ്മുടെ രാജ്യം മുന്നോട്ട് വരുന്നത് എന്നുള്ളത് നമ്മുടെ രാജ്യം ഒരു ഗ്ലോബൽ ലീഡർ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. കോൾഡ് വാർ എറ ഡിപ്ലോമസിയിൽ ഇന്ത്യ വെസ്റ്റേൺ കൺട്രീസുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇന്ന് ഇന്ത്യ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളായിട്ടാണ്. സോ ഗ്ലോബൽ സൗത്ത് കൺട്രികളുമായിട്ട് കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടി ഫെയറർ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് കൺട്രീസിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഈ ഒരു ടെക്നോളജി അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ, ഗ്ലോബൽ സൗത്തിന് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റൊന്നാണ് UN സെക്യൂരിറ്റി കൗൺസിലിലെ റീഫോം ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസിന് കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ വേണമെന്ന്. ഈ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് വെച്ചാൽ ഗ്ലോബൽ സൗത്ത് കൺട്രീസ് ആണ്. അവർക്ക് കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഡിസിഷൻ മേക്കിങ്ങിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും റീഫോംസിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ സൗത്ത് നാഷൻസിനെ കുറെ കൂടി ഈസിലി ഈ ഫൈനാൻസസ് ആക്സസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്തുവെക്കുന്നത് തന്നെ. അപ്പൊ നേരത്തെ ഇന്ത്യ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പോലുള്ള മൂവ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും മൂന്നാം ലോക മഹാരാജ്യങ്ങൾക്ക് വേണ്ടി, തേർഡ് വേൾഡ് കൺട്രീസിന് വേണ്ടിയിട്ട്. അതേസമയത്ത് അതിനുശേഷം ഇന്ത്യ ഗ്രൂപ്പ് ഓഫ് 77 G77 എന്ന് പറഞ്ഞുകൊണ്ട് 1964 യുണൈറ്റഡ് നാഷൻസിന് കീഴിലുള്ള ഡെവലപ്പിംഗ് നാഷൻസിനെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിലും ഇന്ത്യ ക്ലൈമറ്റ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോമൺ ബട്ട് ഡിഫറൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം വ്യത്യസ്തമാണ്, അല്ലാതെ എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമല്ല എന്നുള്ള ആശയം. പ്രത്യേകിച്ചും ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ മേലെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴാണ് ഇന്ത്യ ഈ ഒരു ആശയം കൊണ്ടുവന്നത്. ഇതെല്ലാം ഗ്ലോബൽ സൗത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം മുന്നേ നാം ഉണ്ടായിരുന്ന പോലെയല്ല, ഇന്നൊരു പാസീവ് ഒബ്സർവർ അല്ല, വളരെ ആക്റ്റീവായിട്ട് ലോക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതും ഗ്ലോബൽ സൗത്തിന് അതിന്റെ കൃത്യമായിട്ടുള്ള ലെവലേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് G20യുടെ പ്രസിഡന്റ്ഷിപ്പ് ഇന്ത്യയുടെ കയ്യിലായിരുന്നപ്പോൾ ആഫ്രിക്കൻ യൂണിയന് ഇന്ത്യ എന്ത് ചെയ്തു, ഈ ഒരു G20യിൽ മെമ്പർഷിപ്പ് കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഡെവലപ്പിംഗ് നാഷൻസിനെ അവരുടെ അവകാശങ്ങൾ, അവരുടെ കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കൂടാതെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വിപ്പോയുടെ ട്രീറ്റിയിലും മറ്റുമൊക്കെ ട്രഡീഷണൽ നോളജിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ G20യിൽ ഗ്ലോബൽ സൗത്ത് വോയിസസ് തുടങ്ങിയിട്ടുള്ള ഫോറംസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയതും ഇന്ത്യയുടെ വലിയ നേട്ടമാണ്. മറ്റൊന്നാണ് ഇന്ത്യയുടെ വാക്സിൻ മൈത്രി ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. COVID-19 ഒക്കെ വന്ന സമയത്ത് വാക്സിൻസ് ഒക്കെ ലോകരാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ദരിദ്രരായിട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസിലേക്കൊക്കെ സപ്ലൈ ചെയ്യാൻ മുന്നിട്ട് നിറങ്ങിയത് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ്. പാൻഡമിക് സിറ്റുവേഷൻസിലൊക്കെ വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്, വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ രാജ്യം കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഡാമേജ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ, പാരീസ് ക്ലൈമറ്റ് ഡീലിന്റെ തുടർച്ചയായിട്ടുള്ള കോൺഫറൻസ് ഓഫ് പാർട്ടീസിലൊക്കെ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ക്ലൈമറ്റ് ഫിനാൻസിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ്, ലോകത്ത് ഡെവലപ്പിംഗ് നാഷൻസിലെ ക്ലീൻ എനർജി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇന്ത്യ സ്ട്രാറ്റജിക് ഓട്ടോണമിയെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇന്ത്യ ഗ്ലോബൽ ഇഷ്യൂസിലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ്, റഷ്യ ഉക്രൈൻ വാർ ആയിക്കോട്ടെ, സൗത്ത്
ടൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കോൺഫ്ലിക്റ്റുകൾ ആയിക്കോട്ടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ ആന്റി വെസ്റ്റ് പോളിസി അല്ല എടുക്കുന്നത്, ഡെവലപ്ഡ് കൺട്രീസിനെയും ഡെവലപ്പിംഗ് കൺട്രീസിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരോടും സഹകരിച്ച് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആണ്. പല രാജ്യങ്ങളും ചൈനയുടെ BRIന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് പല ഗ്ലോബൽ സൗത്ത് നാഷൻസിനെയും വലിയൊരു ഡെപ്റ്റ് ക്രൈസിസിലേക്കാണ് പോയുള്ളത്. ഉദാഹരണത്തിന് പാകിസ്ഥാൻ, അതുപോലെ തന്നെ ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു അൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ് പാർട്ണറായിട്ട് ശ്രീലങ്കക്കൊക്കെ വലിയ സഹായവുമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറെ കൂടി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവന്ന് കോപ്പറേഷൻ മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യ ക്വാഡിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരാണ് ഇതിൽ മെമ്പർ ആയിട്ടുള്ള. ചൈനയുടെ മാരിടൈം എക്സ്പാൻഷനെ ഇൻഡോ പസഫിക് മേഖലയിൽ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആണ് ഈ ഒരു ചൈനയുടെ മാരിടൈം, പ്രത്യേകിച്ചും സൗത്ത് ചൈന സീയിലും ഒക്കെയുള്ള ഡിസ്പ്യൂട്ടുകളിൽ വലിയ പ്രശ്നങ്ങളാണ്. സോ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ക്വാഡ് ഇനീഷ്യേറ്റീവിന്റെ ഒക്കെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ സൗത്ത് കൺട്രീസിന്റെ ഒരു വോയിസ് ആയി മാറാൻ, ഒരു ലീഡറായി മാറാൻ, അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ ഒരു ലീഡറായിട്ട് മാറാൻ നമ്മുടെ രാജ്യം ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന ഐറ്റം, അതായത് നമ്മുടെ ബാംബൂനെയാണ് ഗ്രീൻ ഗോൾഡ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഗോദാവരി വാലിയിലെ ഗാർഡിയൻസ് ഓഫ് ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു കൊണ്ട റെഡ്ഡി ട്രൈബിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ കൊണ്ട വെദ്ദുരു ബാംബു വെറൈറ്റിയെ ഇതിനെയാണ് ഗ്രീൻ ഗോൾഡ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും വളരെയധികം കൾച്ചറൽ, ന്യൂട്രീഷണൽ, അതുപോലെ തന്നെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കൊണ്ട വെദ്ദുരു ബാംബു എന്ന് പറയുന്നതായിട്ടുള്ള മുളയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഈ ഒരു കൊണ്ട റെഡ്ഡി ട്രൈബിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർത്തു വെക്കുന്നതാണ്. ഈ ഒരു കൊണ്ട വെദ്ദുരു ബാംബു എന്ന് പറയുന്നതായിട്ടുള്ളത് ഈസ്റ്റേൺ ഘാട്ടിൽ കാണുന്നു. ഓർത്തുവെക്കുക, ഈസ്റ്റേൺ ഘാട്ടിൽ കാണുന്ന പ്രധാനമായിട്ടും ഗോദാവരി നദിയുടെ റിവർ വാലിയിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ സ്പ്രെഡഡ് ആണ്. ഗോദാവരി നദിയുടെ റിവർ വാലിയിലാണ് ഈ ഒരു ഈസ്റ്റേൺ ഘാട്ടിൽ ഈ ഒരു വെദ്ദുരു ബാംബു കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ബാംബു എന്ന് പറയുന്നത്, മുള എന്ന് പറയുന്നത് ഒരു സ്റ്റാപ്പിൾ ഫുഡാണ്. കൊണ്ട റെഡ്ഡി ടൈബിന്റെ ഒരു ഭക്ഷണ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വളരെയധികം ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്, അമിനോ ആസിഡുകളുണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, അയേൺ ഉണ്ട്. അതേപോലെ തന്നെ ബാംബു ഷൂട്ട്സ് പ്രധാനമായിട്ടും സ്ത്രീകളാണ് അവിടെ കൃഷി ചെയ്ത് എടുക്കുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇനി കൊന്ത റെഡ്ഡി ട്രൈബിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഗോദാവരി വാലിയിൽ, ആന്ധ്രാപ്രദേശിലെ ഗോദാവരി വാലി തീരത്ത് കാണുന്ന ഒരു PVTG പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് ആണെന്ന് ഓർത്തു വെക്കുന്നതാണ്. ഇത് ഫോക്ക് ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണെന്ന് ഓർത്തു വെക്കുക. ഒരുപാട് ലോക്കൽ ട്രഡീഷനും ലോക്കൽ കൾട്ടുകളും ഒക്കെയുള്ള ഒരു ഗ്രൂപ്പ് ആണെന്ന് ഓർത്ത്. ഇവർ പാട്രിയാർക്കൽ ആണ്, അതുപോലെ തന്നെ പാട്രി ലോക്കൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് ഓർത്തു വെക്കുന്നത്. ഇപ്പം പ്രധാനമായിട്ടും മോണോഗമി ആണ്, പക്ഷെ പോളിഗമസ് ആയിട്ടുള്ള ഫാമിലീസിനെ ഒക്കെ കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ഇവരുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കുല പഞ്ചായത്ത് എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. അവരാണ് സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ളത്. അവരുടെ പെദ്ദ കപ്പു എന്ന് പറയുന്നതാണ് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെഡ്മാൻ, അതായത് അവരുടെ ലീഡറിനെ പെദ്ദ കപ്പു എന്നാണ് വിളിക്കുന്നത്. ഈ ഹെഡ്മാൻ എന്ന് പറയുന്നത് ഹെറിഡിക്ടറി ആണ്. അതുപോലെ തന്നെ ഹെഡ്മാൻ ഓൾസോ പൂജാരിയാണ് അവിടുത്തെ വില്ലേജ് ലൈറ്റീസിന്റെ എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇവർ പ്രധാനമായിട്ടും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. അവർ ഒരുപാട് ജോവാർ എന്ന് പറയുന്ന വിള കൃഷി ചെയ്യുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാപ്പിൾ ഫുഡ് കൂടിയാണ് ജോവാർ എന്നുള്ളതും കൂടെ ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു കൊന്ത റെഡ്ഡി ട്രൈബ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പശു വളർത്തലുമായിട്ട് ചുറ്റിപ്പറ്റി പോകുന്നതാണ്. അവരുടെ സസ്റ്റൈനൻസ് ലൈവ്ലിഹുഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ ഒരു പശു വളർത്തൽ കൂടിയാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ഇവര് പ്രധാനമായിട്ടും കൾട്ടിവേഷനിൽ വളരെ അഗ്രസീവ് ആണെന്ന് ഓർത്തു വെക്കുക. ഒരുപാട് കൊമേഴ്ഷ്യൽ ക്രോപ്പുകളും ഇവർ കൃഷി ചെയ്യാറുണ്ട്. കാഷ്യൂ, നൈജർ, ചില്ലി, കോട്ടൺ, അതുപോലെ തന്നെ പൊതു തുടങ്ങിയിട്ടുള്ള കൾട്ടിവേഷൻ മെത്തേഡിൽ ഇവര് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള സർക്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. സർക്കുലർ ആയിട്ടുള്ള മഡ് വാൾ വെച്ചുകൊണ്ട് താച്ചഡ് റൂഫ്, അതുപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് റീജിയനിലുള്ള ഭുങ്ക എന്ന് വിളിക്കുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈലുമായിട്ട് സിമിലർ ആണ് ഇവരുടെ വീടുകൾ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇതുപോലുള്ള ഒരു വീടുകളാണ് ഇവർ പണിയുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിലെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം മണിപ്പൂരിൽ പ്രസിഡന്റ് റൂൾ ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്ത കാര്യം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. എന്നാൽ ഈ ഒരു മണിപ്പൂരിൽ വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ലൊക്കേറ്റ് ചെയ്ത് പോയിട്ട് സമാധാനം കൊണ്ടുവരണം, ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, മെഡിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ
പ്രധാനമായിട്ടും ഈ ഒരു പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നു. പക്ഷേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ വിഷയങ്ങൾ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. അടുത്തൊരു വാർത്ത ഈ ഒരു ഖത്തർ അമീറിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഒരു പ്രധാനപ്പെട്ട ഗൾഫ് കൺട്രി ആയിട്ടുള്ള ഖത്തറുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നത് ഇന്ത്യക്ക് പ്രധാനമായിട്ടും വലിയ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ്. ഇന്ത്യയുടെ LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനെ 45% സപ്ലൈ ചെയ്യുന്നത് ഖത്തറാണ്. ഇതൊക്കെ ഇന്ത്യക്ക് വളരെയധികം നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ US മിലിറ്ററി ബേസിന്റെ ഹോം ആയിട്ട് ഖത്തർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഖത്തറുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. അടുത്തൊരു വാർത്ത ഈ ഒരു റഷ്യയും US തമ്മിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സൊല്യൂഷൻ എന്നുള്ളതിൽ യൂറോപ്യൻ കൺട്രീസിനെയോ അല്ലെങ്കിൽ യുക്രൈനെയോ ഉൾപ്പെടുത്താതെ അതൊരു പെർമനന്റ് സൊല്യൂഷൻ ആവുമോ എന്നുള്ളൊരു കൺസേൺ ഇവിടെ എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം റഷ്യയും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്ത് യുദ്ധം തീർക്കാൻ തീരുമാനിച്ചുകൊണ്ട് കാര്യമില്ല. അതിൽ ഉക്രൈൻ കൂടെ റെഡിയാണ്. കാരണം ഉക്രൈനിയൻ പ്രസിഡന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉൾപ്പെടുന്നില്ല എങ്കിൽ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്ക റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നുണ്ട്. അമേരിക്കയും റഷ്യയും തമ്മിൽ അടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ റഷ്യയേക്കാൾ വലിയ ഭീഷണി ചൈനയാണ് എന്നുള്ളൊരു തോന്നല് അമേരിക്കക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തോന്നൽ കാരണമാണ് റഷ്യയുമായിട്ട് കുറച്ചുകൂടി അടുക്കുന്നത് എന്നും കൂടി ഈ ഒരു എഡിറ്റോറിയൽ ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മണിപ്പൂരിൽ കുറച്ചുകൂടി ഗ്രേറ്റർ കോമൺ ഗുഡ് പൊളിറ്റിക്സ് കൊണ്ടുവരണം എന്നുള്ള നിലവിലുള്ളതുപോലുള്ള ഒരു ഭരണ രീതിയല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഏകദേശം 33ഓളം ഷെഡ്യൂൾഡ് ട്രൈബുകളുള്ള ഒരു മണിപ്പൂറുള്ള പ്രദേശമാണ് മണിപ്പൂർ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ 20 മാസത്തോളം നീണ്ട ഒരു ലോലെസ് ആയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയുള്ള മന്ത്രിസഭയൊക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒന്നും നടന്നില്ല. അവസാനം പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി വരുന്ന ഗവൺമെന്റുകളിലും കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ വിവിധ എത്തനിക് ഗ്രൂപ്പുകളെ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളെ കുറിച്ചും ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.